ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവകൃപയിലൂടെയുള്ള യാത്ര എന്ന ഈ സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ജനനത്തെ കുറിച്ചിട്ടാണ്. ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ ജനനം. ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകമാണ്. എന്നാൽ പുറപ്പാടിനെ ഒരു രാഷ്ട്രത്തിന്റെ ഉത്ഭവത്തെ കുറിക്കുന്ന പുസ്തകമായി നമുക്ക് കാണാം. ഇസ്രയേൽ എന്ന രാഷ്ട്രം, ഈ രാജ്യത്തിന്റെ ആരംഭം ഉൽപ്പത്തിയിൽ നാം കാണുന്നു. എന്നാൽ ഇവിടെ അതൊരു സമ്പൂർണ്ണ രാഷ്ട്രമെന്ന നിലയിൽ രൂപപ്പെടുന്നത് നാം കാണുന്നു. ആദ്യ 15 അധ്യായങ്ങളിൽ അവർ ഈജിപ്തിൽ അടിമകളായിരുന്നതും അവിടെ നിന്നുള്ള മോചനവുമാണ്. തുടർന്നുള്ള അധ്യായങ്ങളിൽ അവർക്ക് നിയമങ്ങൾ നൽകുന്നതും മരുഭൂമിയിലെ ജീവിതവും സമാഗമന കൂടാരം നിർമ്മിക്കുന്നതിന്റെ വിവരണവും നാം വായിക്കുന്നു. അടിമകളായിരുന്നിട്ട് കൂടി ഇസ്രായേൽക്കാരെ കുറിച്ച് ഫറവോൻ ആശങ്കപ്പെട്ടിരുന്നു. അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ അവർ ഒടുക്കം മത്സരിച്ച് തനിക്ക് വേണ്ടി പണിയെടുക്കുന്ന നിർത്തിക്കളയുമോ എന്നവൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഫറവോൻ ഒരു ക്രൂരമായ കൽപ്പന പുറപ്പെടുവിച്ചു: ഇസ്രായേൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. ഈ പദ്ധതിയുടെ ആവിർഭാവം പിശാചിൽ നിന്നാണ്. എന്നാൽ ഒരു അത്ഭുതകരമായ സത്യം ഇവിടെയുണ്ട്. സാത്താന്റെ പദ്ധതികളെ ദൈവം സാത്താനെതിരെ തന്നെ തിരിക്കുന്നു. അവയെ അവിടുത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉപയോഗിക്കുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാൽവരി. അവിടെ യേശുവിനെ ക്രൂശിക്കുവാനായി അവിടുത്തെ ശത്രുക്കളെ സാത്താൻ ഉപയോഗിച്ചു. എന്നാൽ സാത്താന്റെ സമ്പൂർണ്ണ പരാജയം ആ ക്രൂശിൽ തന്നെ സംഭവിച്ചു. എല്ലായ്പ്പോഴും എന്ന പോലെ സാത്താന്റെ പദ്ധതി തിരിച്ചടിക്കുന്നു. ഫറവോൻ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ആജ്ഞ കൊടുത്തുകൊണ്ടാണ് മോശയുടെ അമ്മ മോശയെ ഒരു ചെറിയ കുട്ടയിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നദിയിലൊഴുക്കിയത്. അത്തരം ദുഷ്ടമായ ഒരു ആജ്ഞ പുറപ്പെട്ടിരുന്നില്ലെങ്കിൽ അത്തരമൊരു പ്രവൃത്തി അവൾ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. എന്നാൽ അവൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് മോശയെ ഫറവോന്റെ പുത്രി കണ്ടെടുക്കുവാനും മോശ കൊട്ടാരത്തിൽ വളരുവാനും ഇടയായത്. സാത്താന്റെ പ്രവൃത്തി ദൈവോദ്ദേശത്തെ എങ്ങനെ നിറവേറ്റുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നമുക്കൊരു വലിയ പാഠം ഗ്രഹിക്കാനുണ്ട്. തൻ്റെ ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒരു വ്യക്തിയിലൂടെ ദൈവം അതിന് തുടക്കം കുറിക്കുന്നു. ഇസ്രായേലിനെ വിടിവെക്കുവാൻ അനുയോജ്യനായ ഒരുത്തനെ ദൈവത്തിന് കണ്ടെത്തിയിരിക്കുന്നു. ആ മനുഷ്യനുള്ള പരിശീലനം 70 വർഷം നീണ്ടു നിന്നു. അതൊരു ഔപചാരിക വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല. മോശ ഈജിപ്തിലെ ഏറ്റവും നല്ല കലാശാലകളിൽ വിദ്യാഭ്യാസം നേടി. അപ്പോസ്തല പ്രവൃത്തി 7 മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നുവെന്ന് സ്തേഫാനോസ് പറയുന്നു. 40-ാം വയസ്സിൽ മോശ കരുത്തനും വാഗ്മിയുമായി തീർന്നു. അവനൊരു വലിയ സൈനിക നേതാവും ധനികനും അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ വ്യക്തിയുമായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം ഒടുവിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് തികച്ചും അയോഗ്യനെന്നാണ് മോശ സ്വയം കണ്ടെത്തിയത്. അടുത്ത ഒരു 40 വർഷക്കാലം കൊട്ടാരത്തിലേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ മരുഭൂമിയിൽ ദൈവത്തിന് അവൻ അയക്കേണ്ടി വന്നു. അവനിലെ മാനുഷിക ബലം തകർക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. 40 വർഷം തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന ജോലിയിലൂടെയാണ് മോശയിൽ ദൈവം ആ ലക്ഷ്യം കണ്ടത്. ഈജിപ്തിലെ കലാലയങ്ങൾക്ക് പഠിപ്പിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ മരുഭൂമിയിൽ നിന്ന് മോശ പഠിച്ചു. ഒരിക്കൽ സമർത്ഥനായ വാഗ്മിയായിരുന്ന ആൾ, ഇസ്രായേലിന്റെ വിമോചകൻ എന്ന് സ്വയം മതിച്ച ആൾ ഇപ്പോൾ പറയുന്നു: കർത്താവെ, ഞാൻ പ്രാപ്തനല്ല, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, നിന്റെ ജനത്തെ നയിക്കുവാൻ മറ്റാരെങ്കിലും അയക്കണമേ. അപ്പോൾ ദൈവം പറഞ്ഞു: ഒടുവിൽ ഇതാ നീ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കും. യാക്കോബിൽ നിന്നും മോശയിൽ നിന്നും നാം പഠിക്കുന്ന പാഠം എന്താണ്? അതിതാണ്: നിങ്ങൾ ഒരുക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അങ്ങനെ ആയിട്ടില്ല. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ശക്തനാണ്, നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കുവാനും പാടുവാനും കഴിവുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു: നിങ്ങളായിട്ടില്ല, നീ നുറുക്കപ്പെടുന്നത് വരെ എനിക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബിനെ സംബന്ധിച്ച് അത് 20 വർഷമായിരുന്നു. മോശയ്ക്ക് 40 വർഷവും പത്രോസിന് 3 വർഷവും പൗലോസിന് കുറഞ്ഞത് 3 വർഷം. നമ്മെ സംബന്ധിച്ച് ഇത് എത്ര നാൾ? ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ താണിരിക്കുവാൻ എത്ര വേഗം നാം പഠിക്കുന്നുവോ അത്ര വേഗം അത് സാധിക്കും. ഇനി രസകരമായൊരു ചോദ്യം. 12:40 പറയുന്നു, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. എന്നാൽ ഉൽപ്പത്തി 15:13 ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നിന്റെ സന്തതി 400 വർഷം പ്രവാസികളായിരിക്കുമെന്നാണ്. ദൈവത്തിന് തെറ്റുപറ്റിയോ? ഇല്ല. ദൈവം തൻ്റെ സമയപ്പട്ടികയിൽ കണിശക്കാരൻ തന്നെയാണ്. 400 വർഷം ഈജിപ്തിലായിരിക്കണമെന്നായിരുന്നു ദൈവഹിതം. പിന്നെ എന്തുകൊണ്ടാണ് 30 വർഷം കൂടുതൽ അവിടെ കഴിയേണ്ടി വന്നത്? അവരുടെ നേതാവായ മോശയുടെ ഒരുക്കപ്പെടലിന് വന്ന കാലതാമസമായിരുന്നു അതിന് കാരണം. മോശ 40-ാം വയസ്സിൽ മിദ്യാനിലേക്ക് പോകുമ്പോൾ 10 വർഷം കൊണ്ട് ഒരുക്കപ്പെടുമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ 10 വർഷം കൊണ്ട് മോശ തൻ്റെ പാഠങ്ങൾ പഠിച്ചില്ല. ഒരു 10 വർഷ പാഠപദ്ധതി പൂർത്തിയാക്കാൻ മോശയ്ക്ക് 40 വർഷം വേണ്ടി വന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് 30 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു.
ഇത് നമുക്കൊരു സന്ദേശവും മുന്നറിയിപ്പുമാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പദ്ധതി ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ നുറുക്കപ്പെടുന്നില്ലെങ്കിൽ അത് നിറവേറുകയില്ല. നിങ്ങളുടെ ബൈബിൾ അറിവോ സംഗീതത്തിലെ കഴിവുകളോ ധനശക്തിയോ ഒന്നും ദൈവിക ശുശ്രൂഷയ്ക്ക് ഒതുങ്ങുകയില്ല. നുറുക്കം തന്നെയാണ് ഒഴിച്ചുകൂടാനാവാത്ത കാര്യം. യാക്കോബ് നുറുക്കപ്പെട്ടതുകൊണ്ടാണ് ഇസ്രായേലായത്. മോശ ഒരു നേതാവും പ്രവാചകനുമായത് അവൻ നുറുക്കപ്പെട്ടതുകൊണ്ടാണ്. വിലാപങ്ങൾ 3:27 ഇപ്രകാരം വായിക്കുന്നു: ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ നുറുക്കുവാൻ ദൈവത്തെ അനുവദിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെ പോരാടാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.